الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്തിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ലക്ഷ്യം കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും പ്രാർത്ഥിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്തണേ, തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. കുന്തു ജാലിസൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത് അഖ്ബല അബൂബക്കർ ആഖിദൻ ബിതർഫി സൗബിഹി ഹത്താ അബ്ദാ അൻ റുക്ബതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഡ്രസ്സ് കയറ്റിപ്പിടിച്ച് വളരെ ധൃതിയിൽ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ സ്വാഹിബുക്കും ഫഖദ് ഗാമറ. അബൂബക്കർ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ വരുന്നത് പോലെയല്ല അബൂബക്കർ വരുന്നത്. വളരെ ധൃതിയിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ട് വളരെ സ്പീഡിലാണ്. എന്തോ ഒരു ഗൗരവമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അദ്ദേഹം വന്ന് സലാം പറഞ്ഞു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി കാന ബൈനി വബൈന ഇബ്നുൽ ഖത്താബ്, ഞാനും ഉമറും തമ്മിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഭാഗത്ത് ചില വാക്കുകളിൽ പ്രയാസമുണ്ടായി. ഞാൻ ഉമറിനോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞാൻ എന്റെ സംസാരത്തിൽ വന്നുപോയി. എനിക്ക് സങ്കടം വന്നു, എനിക്ക് അതിൽ ഖേദമുണ്ടായി.
ഞാൻ ഫസഅൽതുഹു അയ്യഗ്ഫിറ ലീ, ഉമറേ എനിക്ക് പുറത്തു തരണം, എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് ഞാൻ ഉമറിനോട് മാപ്പ് ചോദിച്ചു. ഫഅബാ അലയ്യ, പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് മാപ്പ് നൽകിയില്ല, എനിക്ക് എന്നോട് വിസമ്മതിച്ചു കളഞ്ഞു എന്നാണ്. ഫഅഖബൽതു ഇലൈക്, അതുകൊണ്ടാ റസൂലേ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, അതുകൊണ്ടാ ഞാൻ താങ്കളുടെ അടുക്കലേക്ക് വന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്ഫിറല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ. യഗ്ഫിറുല്ലാഹു ലക, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ച് അബൂബക്കറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചരിത്രം പിന്നീട് വിശദീകരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചോദിച്ചിരുന്നു, പക്ഷെ ഉമർ വിസമ്മതിച്ചു എന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ഉമറിന്റെ പിന്നാലെ അബൂബക്കർ പോയി എന്നാണ്. പിന്നാലെ പോയി, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. വാക്കിൽ വന്ന പ്രയാസം കാരണം മാപ്പ് ചോദിച്ചപ്പോൾ മാപ്പ് തരാതിരുന്നപ്പോൾ ഉമറിന്റെ പിന്നാലെ പോയി എന്നാണ്. അവസാനം വീട് വരെ പോയി, വീട്ടിലേക്ക് കയറിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ കുട്ടി അടച്ചു കളഞ്ഞു എന്നാണ്. അപ്പൊ അത്രമേൽ പ്രയാസം അബൂബക്കറിന് ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ ഉള്ളിൽ കയറിയ ഉമറിന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ. അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി. ഫഅതാ മൻസിലി അബീബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, പോവുകയാണ്. അബൂബക്കറിനോട് മാപ്പ് പറയാൻ, തിരിച്ച് മാപ്പ് പറയാൻ, അബൂബക്കറെ സാരില്ല എന്ന് പറയാൻ വീട്ടിലേക്ക് പോയി ചോദിച്ചപ്പോൾ അവിടെ അബൂബക്കർ ഇല്ല. അബൂബക്കർ ഉമർ ഇബ്നുൽ ഖത്താബിന് മനസ്സിലായി, അബൂബക്കർ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി. അബൂബക്കർ എല്ലാം പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ടാകും, കാരണം എല്ലാം പറയുന്നൊരു സ്വഭാവക്കാരൻ കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചരിത്രം വിശദീകരിക്കുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് സലാം പറഞ്ഞു. ഫജഅല വജ്ഹു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യതമഅർ, ഉമറിനെ ദൂരെ നിന്ന് കണ്ടതോടുകൂടി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാവുകയാണ്. പ്രവാചകന്റെ മുഖം ചുവന്നു തുടുക്കുകയാണ്. പ്രവാചകന്റെ മുഖത്ത് അസന്തോഷം, സന്തോഷമില്ലായ്മ വരികയാണ്, അസംതൃപ്തി വരികയാണ്. ഇത് കാണേണ്ട സമയത്ത് ഹത്താ അഷ്ഫഖ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത പേടിയായി, വല്ലാത്ത ഭയപ്പാടുണ്ടായി. ഫജസ അലാ റുക്ബതൈ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 2 മുട്ടുകൾ നിലത്ത് കുത്തിയിരുന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി അന കുന്തു അദ്ലം, വല്ലാഹി അന കുന്തു അദ്ലം, റസൂലേ ഉമറിന് തെറ്റ് പറ്റിയിട്ടില്ലട്ടോ, ഉമറിന്റെ ഭാഗത്തല്ലട്ടോ തെറ്റുള്ളത്, തെറ്റ് ചെയ്തത് ഞാനാണ്, തെറ്റ് ചെയ്തത് ഞാനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് പറയുകയാണ്. അഥവാ എന്റെ ഉമറിനെ പ്രവാചകൻ വഴക്ക് പറയുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം. ഉമറിനോട് ദേഷ്യപ്പെടുമോ എന്ന വല്ലാത്ത സങ്കടമായിരുന്നു. പ്രവാചകരെ, ഉമറിനല്ലട്ടോ തെറ്റ് സംഭവിച്ചത്, എനിക്കാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ വന്നതോടുകൂടി എല്ലാവരോടും കൂടി പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത, അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ പ്രവാചകനായി നിയോഗിച്ച സന്ദർഭത്തിൽ നിങ്ങളെല്ലാം എന്നെ കളവാക്കുകയായിരുന്നു. ഉമറേ, നീ പോലും എന്നെ കളവാക്കിയിട്ടുണ്ട്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദഖ, അദ്ദേഹം എന്നെ സത്യപ്പെടുത്തുകയായിരുന്നു. വവസാനി ബിനഫ്സിഹി വമാലി, ആരാണ് അബൂബക്കർ എന്നറിയുമോ? എന്നെ സന്തോഷിപ്പിക്കാൻ, എന്നോട് ചേർന്ന് നിൽക്കാൻ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും എന്നെ ആദ്യം മുതൽ ഈ സന്ദർഭം വരെ എന്നെ ചേർത്ത് വെച്ചത് എന്റെ അബൂബക്കറാണ്. അതുകൊണ്ട് ഫഹൽ അൻതും താരികൂനി സ്വാഹിബി, എന്റെയും എന്നിൽ നിന്ന് എന്നിട്ട് എന്റെ കൂട്ടുകാരനെ നിങ്ങൾ ഒഴിവാക്കി പോവുകയാണോ എന്നാണ്, എന്റെ സഹചാരിയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ വിടുമോ എന്ന് സങ്കടത്തോടുകൂടി ഉമർ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ എന്നാണ് പ്രവാചകന്റെ വാക്കുകൾ. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫമാ ഊദിയ ബഅദഹാ, അതിനുശേഷം ഞങ്ങൾ ഒരാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിനവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് വലിയ ഹദീസാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി വിലയിരുത്തേണ്ട ഹദീസാണ്. ഇത് വലിയ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട ഏറ്റവും സുപ്രധാനമായ ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണെന്നറിയുമോ? തെറ്റെല്ലാവർക്കും സംഭവിക്കുമെന്നാണ്. ആർക്കാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ അബൂബക്കറിനെ വിളിക്കുന്ന ഏറ്റവും അനുഗ്രഹീതനായ വ്യക്തിത്വമാണ്, ഈ സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഒന്നാമത്തെ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയാൻ മാത്രം ഉന്നതമായ രണ്ടാമത്തെ വ്യക്തിത്വമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം, എത്ര വലിയ ആളുകളാണെങ്കിലും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് തെറ്റൊന്നും സംഭവിക്കൂല എന്ന് നമ്മൾ വിചാരിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. വാക്കുകളിലുണ്ടാവും, പെരുമാറ്റങ്ങളിലുണ്ടാകും, മറ്റു പല സന്ദർഭങ്ങളിലും തെറ്റുകൾ സംഭവിക്കുമെന്ന കൃത്യമായൊരു ബോധ്യപ്പെടുത്തലാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. അതേ, നമ്മുടെ മാതാപിതാക്കൾക്ക് സംസാരത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം, പല കാര്യത്തിലും സംഭവിച്ചേക്കാം. സഹോദരങ്ങൾക്കിടയിലും സഹോദരിമാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും കൂട്ടുകാർക്കിടയിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്കിടയിലുമൊക്കെയും വാക്കുകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നുള്ളത് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുകയാണ്. അതല്ലാതെ എനിക്കൊരിക്കലും തെറ്റ് പറ്റുകയില്ല എന്ന മിഥ്യാവാദം ഒരാൾക്കും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം. കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദമിന്റെ എല്ലാ ആളുകൾക്കും തെറ്റുകൾ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി നമുക്ക് ഈ ഹദീസ് നൽകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം, അഥവാ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ടാവണമെന്നാണ്. ഞാൻ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. എന്റെ വാക്കുകളിൽ അവനക്ക് വല്ലാത്ത സങ്കടമുണ്ടായിട്ടുണ്ട്, എന്റെ പ്രവർത്തനത്തിൽ വല്ലാത്ത വിഷമമുണ്ടായിട്ടുണ്ട് എന്ന മാനസികമായ അവസ്ഥ ഉണ്ടാവണം. അത് മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ടാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. വേദനയുണ്ടാവണം, അതിൽ കടിച്ചമർത്തിയിട്ട് നമുക്കുണ്ടാവുന്ന ചില ചിന്താഗതികൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. മറിച്ച് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനടി അവരോട് മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആരോടാണെങ്കിലും മാപ്പ് പറയാൻ നമുക്ക് കഴിയണം. തെറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടാകും എന്ന കൃത്യമായ ബോധമുണ്ടാവും. എന്റെ സംസാരം കൊണ്ടും എന്റെ പെരുമാറ്റം കൊണ്ടും എന്റെ ഇടപെടൽ കൊണ്ടുമൊക്കെ അവർക്ക് എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേദനയുണ്ടാകുമെന്ന കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. മാപ്പ് പറഞ്ഞാൽ ആ വേദന അവസാനിക്കുമെന്ന ചിന്തയും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കിടയിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാതാവുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ആര് വന്ന് മാപ്പ് ചോദിച്ചാലും അത് സ്വീകരിക്കാനുള്ള മനസ്സാന്നിധ്യവും മനസ്സിന് വിശാലതയും ഉണ്ടാവണമെന്നും ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. ഉമറിന് വീട്ടിൽ കുറെ നേരം നിൽക്കാൻ സാധിച്ചില്ല. വീടടച്ചുള്ളിലിരുന്നപ്പോഴാണ് ചിന്തിച്ചത്, എന്റെ അബൂബക്കർ വന്നെന്നോട് മാപ്പ് ചോദിച്ചിട്ട് ഞാൻ മാപ്പ് കൊടുത്തില്ലല്ലോ എന്ന സങ്കടം കൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ മനസ്സ് നമുക്കും ഉണ്ടാവണം. അഥവാ ഒരാള് വന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷമക്ക് നാം മറുപടി കൊടുക്കണം. സാരമില്ല എന്ന് പറയണം, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം. അത് പറയാനുള്ള മനസ്സിന് ക്വാളിറ്റി ഉണ്ടാവണം. ക്ഷമിക്കുക എന്നുള്ളത് ദൗർബല്യമല്ല എന്ന കൃത്യമായ ബോധവും ബോധ്യവും
ബോധ്യവും ഉണ്ടാവണം. അത് ശക്തമായ മനസ്സിന്റെ ആളുകൾക്ക് മാത്രമേ മാപ്പ് ചോദിക്കുന്നവർക്ക് മാപ്പ് തിരിച്ചു നൽകാൻ സാധ്യമാവുകയുള്ളൂ എന്ന് കൃത്യമായ ബോധ്യവും ഉണ്ടാവണം. അതല്ലാതെ നിന്റെ വാക്ക് എനിക്ക് ഇഷ്ടമായില്ല, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, നിനക്ക് ഞാൻ പുറത്തു തരില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളതാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം. 5 ചോദ്യങ്ങൾ 5-6 ചോദ്യങ്ങൾ നാം നമ്മളോട് ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എത്രയെത്ര ആളുകളോട്, മാതാപിതാക്കളോട്, സമൂഹത്തിനോട്, സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോടൊക്കെ എത്ര വാക്കുകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടൊക്കെ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരോട് മാപ്പ് ചോദിക്കാനുള്ള മനസ്സിന് വിശാലത, മുസ്ലിമേ, മുഅ്മിനേ, മുഹ്സിനേ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കണം. എന്നോട് എത്ര ആളുകൾ വന്നിങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മാപ്പ് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കണം. സാരില്ലടോ, എനിക്ക് തെറ്റുപറ്റി, എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നവർ വന്ന് മാപ്പ് ചോദിച്ചപ്പോൾ ആ മാപ്പ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അവരുമായി ഇടപഴകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മൂന്നാമതായി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇനി മാപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് വെറും വാക്ക് മാത്രമായിരുന്നോ എന്ന് ഗൗരവമായി പരിശോധിക്കണം. ഇപ്പോഴും മനസ്സിലാ വെറുപ്പമായി അന്നാ മാപ്പ് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന വാക്ക് വെറും വാക്കുകൾ കൊണ്ട് മാത്രമായിരുന്നു, അതെല്ലാം മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ സങ്കടവും ആ ദേഷ്യവും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് കൊടുക്കലായിരുന്നോ എന്ന് നമ്മൾ ഗൗരവമായി നമ്മളോട് ചോദിക്കണം. അഥവാ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ വെറുപ്പുമായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന കൃത്യമായ ചിന്തയുണ്ടാവണം. എപ്പോഴും ഞാൻ ജയിക്കണമെന്ന ചിന്ത അത് വലിയ തെറ്റാണ്, അത് അകൽച്ചയിലേക്ക് കൊണ്ടുപോകും. എന്റെ സംസാരം, എന്റെ ചിന്താഗതി, ഞാൻ പറയുന്നത്, എന്റെ പ്രവർത്തനം, ഞാൻ ചിന്തിക്കുന്നത് അത് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ജയിക്കണമെന്ന ചിന്താഗതി എന്ന മനോഭാവം തീർച്ചയായിട്ടും അത് വലിയ അപകടങ്ങൾക്കും വലിയ പ്രതിസന്ധികൾക്കും കാരണമാകും. അങ്ങനെയുള്ളൊരു മനോഭാവം എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, സമൂഹവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള എന്റെ ഇടപാടുകളിൽ എന്റെ വാദം മാത്രം ജയിക്കണമെന്ന മനോഭാവം എനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കണം. അഥവാ വാദം ജയിക്കലല്ല വിജയം, വാദം ജയിക്കലല്ല വിജയം. അതേ, അവർക്കാണ് തെറ്റ് പറ്റിയത്, എന്റെ ഭാഗത്ത് തെറ്റില്ല, ഇതാ ഇന്ന ന്യായീകരണം, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് വാദിക്കാൻ നമുക്കും അവർക്കും സാധിച്ചേക്കാം. വാദം ജയിക്കലല്ല വിജയം, മറിച്ച് ബന്ധം ജയിക്കലാണ് വിജയം. അതേ, എന്റെ കുടുംബമാണ്, എന്റെ മൂത്തമ്മയാണ്, എന്റെ ഉമ്മാമയാണ്, എന്റെ സുഹൃത്താണ്, എന്റെ അയൽവാസിയാണ്, എന്റെ കൂടപ്പിറപ്പാണ്. ഞാനവിടെ എന്റെ വാദം വിജയിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും 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 അവരോട് വാദിച്ചു കഴിഞ്ഞാൽ അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. ഇല്ല, എന്റെ ഭാഗത്ത് ശരിയാണ്, എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ അകന്നു പോകൽ ശരിയല്ല, അതുകൊണ്ട് ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കി അവരോട് പോയി മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ബന്ധം ജയിക്കലാണ് വിജയമെന്ന കൃത്യമായ ഒരു ബോധ്യവും മുസ്ലിമേ നമുക്കുണ്ടാവണം. അതേ, മരണപ്പെട്ട് ജനാസ കൊണ്ടുവരുന്ന സന്ദർഭം നമ്മൾ എത്രമാത്രം കണ്ടതാണ്. ജനാസ കൊണ്ടുവന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തനത്താലോ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ജനാസക്ക് പുറത്തു കൊടുക്കണം എന്ന് എത്ര തവണ എത്ര ജനാസയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതിനോട് തിരിച്ചൊരു ചോദ്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അതേ സന്ദർഭത്തിൽ ഈ മനുഷ്യർക്ക് എത്ര ആളുകളോട് പ്രയാസമുണ്ടാകും, എത്ര ആളുകളോട് മാപ്പ് ചോദിക്കാനുണ്ടാകും. ആ മാപ്പ് ചോദിക്കാൻ ഈ മനുഷ്യനിക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ആർക്കും തിരിച്ചറിയാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? നാളെ പരലോകത്തായിരിക്കും തീർച്ചയായിട്ടും ആ മനുഷ്യൻ വന്നിട്ട് പറയുക, അല്ലാഹുവേ, എന്നെ ഇന്ന രീതിയിൽ വിഷമിപ്പിച്ചിരുന്നു, എന്നെ ഇന്ന രീതിയിൽ പ്രയാസപ്പെടുത്തിയിരുന്നു, ആളുകൾക്ക് മുമ്പിൽ എന്നെ അപമാനിച്ചിരുന്നു, എന്റെ സ്വത്ത് കവർന്നിരുന്നു, എന്റെ സ്വത്ത് വഞ്ചിച്ചെടുത്തിരുന്നു, എന്റെ കുടുംബത്തെ തെറ്റിച്ചിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കെതിരെ ഈ മരണപ്പെട്ടു പോയി നമ്മൾ അവരോട് മാപ്പ് ചോദിക്കാതെയാണ് ഈ മനുഷ്യൻ പരലോകത്ത് വരുന്നുവെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്
ഗൗരവമായി ചിന്തിക്കണം, നിസാരമായി കാണരുത് എന്നാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മിസ്തഹ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ദരിദ്രരായിരുന്നു ആ സ്വഹാബി. എല്ലാ മാസത്തിലും ആ മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. അങ്ങനെ സാമ്പത്തികമായി സഹായിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എല്ലാ രീതിയിലും സഹകരിക്കുന്ന മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബിയാണ്. ആയിഷ ബീവിയുടെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആയിഷ ബീവിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന അപവാദ പ്രചരണത്തിന് ഒരു പങ്ക് വഹിച്ചത് മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബിയായിരുന്നു. അബൂബക്കർ അറിഞ്ഞു, സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയിട്ട് എന്റെ മകൾക്കെതിരെ, അതും പ്രവാചകന്റെ ഭാര്യയായ എന്റെ മകൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച മിസ്തഹിന് ഒരു കാരണവശാലും ഞാൻ ഒരു അണപ്പൈസ പോലും, ഒരു ദീനാറ് പോലും ഞാൻ കൊടുക്കൂല, ഒന്നും ഞാൻ കൊടുക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ശപഥം ചെയ്തപ്പോഴാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയത്. വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വൽയഅഫൂ വൽയസ്ഫഹൂ, നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുന്നില്ലേ? നിങ്ങൾ അവരോട് മാപ്പ് നൽകുന്നില്ലേ? അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല കൂട്ടരെ, അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത്, പടച്ചറപ്പ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് അല്ലാഹുവിന്റെ വഹി ഇറങ്ങുകയാണ്. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ബലാ, അതെ, വല്ലാഹി അല്ലാഹുവാണേ സത്യം, യാ റബ്ബനാ ഇന്നാ ലനുഹിബ്ബു അൻ തഗ്ഫിറ ലനാ, അല്ലാഹുവാണേ സത്യം, ഞാൻ അവൻക്കെല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു, എന്റെ റബ്ബ് എന്നോട് പുറത്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിക്കേണ്ട താമസം അദ്ദേഹം പറഞ്ഞു എന്ന് തഫ്സീറിൽ കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഇദാ കാനത് തുരീദു അൻ യഗ്ഫിറല്ലാഹു ലക ഫഗ്ഫിർ ലിമൻ അസാഅ ഇലൈക ലിഅന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, അല്ലാഹു നിനക്ക് പുറത്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നോട് മോശമായി പെരുമാറിയവരോട് നീയും പൊറുക്കുക, കാരണം പ്രതിഫലം കർമ്മത്തിന്റെ ഇനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിൽ വെച്ച് നടക്കുകയല്ല വേണ്ടത്. ഏത് സന്ദർഭത്തിലും ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പായി എല്ലാവർക്കും മനസ്സിന് റാഹത്ത് നൽകി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും കഴിയുന്തോറും നാളെ എന്ന് പറയുന്ന ഒരു പ്രഭാതം നമുക്കുണ്ടാവൂല എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇത് ആവണമെങ്കിൽ വിശ്വാസിയാവണം, മുഅ്മിനാവണം, അള്ളാഹുവിന്റെ മാർഗദർശനം കൃത്യമായിട്ട് പഠിക്കണം, അത് കൃത്യമായി ബോധ്യപ്പെടണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന കൃത്യമായ ചിന്തയുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഹദീസുകളും സംഭവങ്ങളൊക്കെ മനസ്സിന് സ്വാധീനമുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പിഴവുകളൊക്കെ സംഭവിക്കും. ആ പിഴവുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒന്നും നാളെ പരലോകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വെക്കരുത് എന്നുള്ളതാണ്. പരലോകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചുകൊണ്ട് എടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. മറിച്ച് അവിടെ അതിന്റെ പ്രതിക്രിയ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ച അമല് കൊടുക്കലാണ്. നമ്മൾ നമസ്കരിച്ചതും ദിക്ർ ചൊല്ലിയതും സ്വതക്ക കൊടുത്തതൊക്കെയായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും.
ഇനി നമുക്ക് അമലുകളൊന്നും ഇല്ലെങ്കിലോ സൽക്കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ പാപങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന്. അവസാനം നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളാം നിഷ്ഫലമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്ന വേദനാജനകമായൊരു ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഇനി നമ്മൾ മാപ്പ് പറഞ്ഞു, അവര് മാപ്പ് നൽകിയില്ലെങ്കിലും നമ്മുടെ ഭാഗത്തുള്ള എല്ലാ തെറ്റുകളും നമുക്ക് പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരുകയും നാളെ പരലോകത്ത് അതിന്റെ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുമാണ് ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ സംഭവങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയത്, എന്തുകൊണ്ട് അവരങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ഗൗരവമായി പരിശോധിക്കണം. അഥവാ അവർക്ക് ദീന് കൃത്യമായി പഠിച്ചപ്പം അള്ളാഹുവിന്റെ വഹി ആ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ മേഖലയിലും ആ സ്വഹാബികൾക്ക് മാറ്റം സംഭവിച്ചു എന്ന്. അതുകൊണ്ടാണ് അവരെവിടെ വരുന്ന എല്ലാ നിഖില മേഖലകളിലും, അവരുടെ സാമ്പത്തിക മേഖലയായിക്കോട്ടെ ഏതൊരു മേഖലയായിക്കോട്ടെ, ആ മേഖലയിലെല്ലാം അവർക്ക് മാറ്റം സംഭവിച്ചത് അള്ളാഹുവിന്റെ ദീന് പഠിച്ചത് കൊണ്ടാണ്, ദീന് മനസ്സിലാക്കിയത് കൊണ്ട്. ദീന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അറിവുള്ളവർ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വഹാബികൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നൊരു വാക്ക് നമ്മൾ പല പ്രാവശ്യം കേട്ടതല്ലേ. അല്ലയോ, ഭർത്താവിനോട് പറയുമായിരുന്നു, നിങ്ങൾ പോയിട്ട് ഹലാലുകൾ സമ്പാദിക്കണം, ഹറാമ് സമ്പാദിക്കരുത്, വഞ്ചിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, ഹറാമുകൾ സമ്പാദിച്ചു വരരുത്. കാരണം നിങ്ങൾ ഹറാമുകൾ സമ്പാദിച്ചു വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് തിന്നുന്ന ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഹറാമായി കഴിഞ്ഞാൽ അതിന്റെ ശരീരം നരകത്തിന് അവകാശപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അതേ സമയത്ത് ഞങ്ങൾ പട്ടിണി സഹിച്ചോളാം എന്ന് സ്വഹാബി വനിതകൾ പറഞ്ഞ സംഭവം ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗദർശനം അറിഞ്ഞതുകൊണ്ടാണ്. ഏതാണ് ആ സ്വഹാബി വനിതകൾ എന്നറിയുമോ? ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പം അദ്ദേഹത്തിന്റെ വാള് ഉറയിൽ നിന്ന് എടുത്തിട്ട് അതിനെ തുടച്ചു വൃത്തിയാക്കി മിനുക്കിയിട്ട് ആ വാള് കൈകളിലേക്ക് കൊടുത്തിട്ട് പറയും, തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഈ വാളിൽ രക്തക്കറയോടുകൂടി അല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല, ആണത്വം തെളിയിച്ചിട്ട് വന്നാ മതി. അതിനർത്ഥം എന്നറിയോ? പോയിട്ട് വെട്ടിക്കോളി, ആക്രമിച്ചോളി, കാലും കൈകളും തലയും ഒക്കെ വെട്ടിയിട്ട് ആക്രമിച്ചിട്ട് ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ട് വന്നാ മതി എന്ന് പറയുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളായ ഇതേ സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോ പറഞ്ഞത്, ഹറാമ് സമ്പാദിക്കരുത് കേട്ടോ, ഹറാമ് സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദീന് കൃത്യമായിട്ട് അവർക്കിടയിലേക്ക് വന്നത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ദീന് പഠിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അറിവ് നേടുന്നവർക്ക് മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും സമാധാനം ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ സമാധാനം ആർക്കാണോ കിട്ടുന്നത് അവർക്കാകുന്ന യഥാർത്ഥത്തിൽ നാളെ പരലോകത്തും സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആരാണോ ദുനിയാവിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചത് അവർക്ക് മാത്രമേ യഥാർത്ഥ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ. അവർക്ക് എന്ത് പ്രയാസം വന്നാലും, എന്ത് സങ്കടങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന കൃത്യമായ ചിന്തയും ബോധവും അവർക്ക് ടെൻഷനുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഈ സദസ്സിലുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഖുതുബക്ക് പോലും വരാൻ കഴിയാതെ പള്ളികളിലും ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഇസ്ലാമിന് നൽകാനുള്ള പാഠം. വിഷമിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വമ്പിച്ച പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളൊക്കെ നാളെ പരലോകത്ത് വലിയ പ്രതിഫലമായി നിങ്ങൾക്ക് നൽകുമെന്ന സന്തോഷ വാർത്ത അത് മനസ്സിലാവണമെങ്കിൽ ദീനറിയണം, ദീന് പഠിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനും ഹദീസും പഠിക്കാൻ കിട്ടുന്ന സംരംഭങ്ങളും സൗകര്യങ്ങളും നാം ഉപയോഗപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. എത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ എത്ര തവണ നമ്മൾ കേട്ടതാണ്.
ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവനാണ്, ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുന്നവനാണ്, അതിന്റെ ആശയം മനസ്സിലാക്കുന്നവനാണ്, ആ റബ്ബനോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നവനാണ് ലോകത്ത് ഏറ്റവും വലിയ ഖൈറുള്ളവൻ. അതേ, നല്ല സമ്പത്തുണ്ട്, നല്ല സൗകര്യമുണ്ട്, നാട്ടിൽ നല്ല വിലയുണ്ട്, സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉണ്ട്, എല്ലാ നിലയിലും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ, അതിനോട് നമ്മൾ അലസത കാണിക്കുന്നുവെങ്കിൽ ഒരു ഖൈറുമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, പരീക്ഷണമാണ്, ആൾക്കിടയിലൊന്നും വിലയില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, ആർക്കിടയിലും ഒരു രണ്ടാം കിട വസ്തുവായിട്ടാണ് എന്നെ കാണാറുള്ളത്. പക്ഷേ ഖുർആനിന്റെ പഠിക്കാൻ സദസ്സുകളിൽ ഇരിക്കാറുണ്ട്, ഖുർആൻ പഠിക്കാറുണ്ട് എങ്കിൽ അവനാണ് ഈ ദുനിയാവിൽ ഏറ്റവും ഖൈറുള്ളവൻ എന്നീ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. ഈ സ്ഥാപനം, ഈ പള്ളിയായിക്കോട്ടെ, ഈ മദ്രസയായിക്കോട്ടെ, ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എല്ലാ ആഴ്ചയിലും ഖുർആൻ ക്ലാസ് നടക്കുന്നത്. ഇത്തരം സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് പരീക്ഷണമാണ് എന്ന കൃത്യമായ ചിന്തയുണ്ടാവണം. ഇത്തരം ഒരു സൗകര്യം ഉണ്ടായിട്ട്, ഇവിടെ ഇങ്ങനെ ക്ലാസ്സുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ദുനിയാവാണോ ഞാൻ ചിന്തിച്ചത്, അതല്ല ആഖിറത്തിന് വേണ്ടിയാണോ ഞാൻ ചിന്തിച്ചത്? ആ ക്ലാസ്സിൽ പോയി ഇരിക്കാറുണ്ടോ, പഠിക്കാറുണ്ടോ, മനസ്സിലാക്കാറുണ്ടോ എന്ന കൃത്യമായ പരീക്ഷണത്തിന് വിധേയമാകും. പരീക്ഷണം എന്ന് പറഞ്ഞാൽ രോഗം മാത്രമാണെന്ന് വിചാരിക്കേണ്ട, സാമ്പത്തികമായ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കേണ്ട, മറിച്ച് എല്ലാ അനുഗ്രഹങ്ങളും അതിനേക്കാളും വലിയ പരീക്ഷണമാണ് എന്ന കൃത്യമായ ചിന്തയും ബോധവും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ഒരു ആബിദ് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഒരു ആലിമ് മരിക്കലാണ്. ആബിദ് എന്ന് പറഞ്ഞാൽ നന്നായി നമസ്കരിക്കുന്ന, നന്നായി ഖുർആൻ ഓതുന്ന, ധാരാളമായി ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകൾക്കാണ് ആബിദ് എന്ന് പറയുക. ആലിമ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്. ഇബ്ലീസിനോട് അനുയായികൾ ചോദിച്ചു, അല്ല ഇബ്ലീസേ, എന്തുകൊണ്ടാണ് ആബിദ് മരിക്കുന്നതിനേക്കാൾ സന്തോഷം ഒരു ആലിമ് മരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവാനുള്ള കാരണം? ഇബ്ലീസ് പറഞ്ഞു, വാ നമുക്ക് പോകാമെന്നാണ്. അനുയായികളെയും കൂട്ടിയിട്ട് ആബിദിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ആബിദിന്റെ അടുക്കലേക്ക് പോയിട്ട് ആബിദിനോട് ഇബ്ലീസ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയുമോ? ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും പടച്ച റബ്ബിന് ഒരു ചെറിയ കോഴിമുട്ടയിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഇബ്ലീസ് ആബിദിനോട് ചോദിക്കുകയാണ്. ആബിദ് പറഞ്ഞു, ലാ, ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. ഈ കാണുന്ന ഏറ്റവും വലിയ പ്രപഞ്ചമോ, ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഒരു കോഴിമുട്ടയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക? നോ, ലാ, ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് ആബിദ് മറുപടി പറയുകയാണ്. അനുയായികളെയും കൂട്ടിയിട്ട് ആലിമിന്റെ അടുക്കലേക്ക് പോയി അതേ ചോദ്യം ആലിമിനോട് ചോദിച്ചു. അല്ലയോ മനുഷ്യ, ഈ പ്രപഞ്ചത്ത് മുഴുവനും പടച്ച റബ്ബിന് ഒരു കോഴിമുട്ടയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ആലിം പറഞ്ഞു, നഅം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു ഒരു കാര്യം കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് മാത്രമായിരിക്കണം ഉത്തരം. അല്ലാഹു ഒരു കാര്യം കഴിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അപൂർണനാണ്. അല്ലാഹുവിന്റെ അസ്മായിൽ അവൻ പുറത്തേക്ക് പോവുകയാണ്. അവന്റെ വിശ്വാസം അവൻ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പടച്ച റബ്ബിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന വിശ്വാസമാണ് ഖാദിർ എന്ന് പറയുന്ന ആ അസ്മായിലൂടെ നമുക്കുണ്ടാവേണ്ടത്. എന്നിട്ട് ഇബ്ലീസ് അനുയായികളോട് പറയുന്നൊരു വാക്കുണ്ട്. ആബിദിനോട് അല്ലാഹുവിന് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അറിവില്ലാതെ മറുപടി പറഞ്ഞതോടുകൂടി, ലാ എന്ന് പറഞ്ഞതോടുകൂടി ആ ആബിദായ മനുഷ്യൻ കാഫിറായി തീർന്നു എന്നാണ്. ഒരു മനുഷ്യൻ കാഫിറായി കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ച മുഴുവൻ ഇബാദത്തുകളും നിഷ്ഫലമായി പോയി എന്നാണ്. അങ്ങനെ എങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിലായിരിക്കും പ്രവേശിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആലിം നഅം എന്ന് പറയുന്നതോടുകൂടി അവനെ സംരക്ഷിച്ചു. എത്ര ആളുകൾക്കാണോ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെയെല്ലാം അവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആബിദ് മരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ആലിമ് മരിക്കലാണ് എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ,
ഇൽമ് നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഖൈറും ബർക്കത്തും അവർക്കുണ്ടാകുന്ന സമാധാനവും ആശ്വാസവും ലോകത്തൊരാൾക്കും കിട്ടുകയില്ല എന്ന കൃത്യമായൊരു ബോധ്യവും ഉണ്ടാവണം. അത്തരത്തിൽ പഠിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നാം ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അറിവ് നേടാനും അറിവ് പഠിക്കാനും ഖുർആനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടാക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾ പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവർക്ക് ക്ഷമയും ഹൃദയത്തിന് വിശാലതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, അസൂയയില്ലാതെ പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു രാജ്യങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പല വാർത്തകളും നിങ്ങൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർക്ക് വല്ലാത്ത വേദനയിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ നിർഭയത്വം നൽകണേ റഹ്മാനെ. അവർക്ക് നീ സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നല്ല സംതൃപ്തിയോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളായി ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك